और जिस ओहदे को मैं संभालने वाला हूँ इसके फ़राइज़ और वफादारी से अंजाम दूंगा। जय भीम, जय मीम, जय तेलंगाना, जय फ़लस्तीन, तकबीर, अल्लाहु अकबर। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ അഥവാ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ അഥവാ വടക്കേ ഇന്ത്യയിലും എന്ന് തന്നെ പറയാം, വളരെ പേര് കേട്ടിട്ടുള്ള ഒരു പ്രശസ്തനായ പാർലമെൻറ്റേറിയനാണ് അസദുദ്ദീൻ ഉവൈസി. നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സിമ്പലുകൾ നമ്മൾ കണ്ടാൽ എന്ത് വിചാരിക്കും നമ്മൾ? ഈ അസദുദ്ദീൻ ഉവൈസി ബിസ്മി കൊണ്ട് തുടങ്ങുന്നു. എവിടെ? പാർലമെൻറ്റിലും പ്രത്യക്ഷമായിട്ട് തക്ബീറുകൾ ചൊല്ലി നോക്കണം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഭരണഘടനയിൽ ഇഷ്ടമുള്ള രീതിയിൽ നിരീശ്വരവാദികളായിട്ടുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അവർ ദൃഢപ്രതിജ്ഞയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ശ്രീരാമൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ വിശ്വാസം അനുസരിച്ചൊക്കെ അവർക്ക് ചെയ്യാം. അതൊരു പ്രത്യേക തെറ്റോ ഒന്നുമല്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതൊരു സെക്കുലർ ഭരണകൂടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ വെറും ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജമായ അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ആകർഷിക്കുക എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മൾ എലിക്കൂടൊക്കെ വെച്ചിട്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തെങ്കിലും എലികളെ ആകർഷിച്ചുകൊണ്ട് ആ പെട്ടി വെക്കുന്നത് എന്തിനാണ്? എന്താ പറയുക, എലിക്കൂട് വെക്കുന്നത് സ്വാഭാവികമായിട്ടും ആ എലികൾ അതിലെത്താൻ വേണ്ടി, എന്നിട്ട് അതിനെ പിടികൂടാൻ വേണ്ടി. അപ്പോൾ എന്നതുപോലെ ആളുകളെ ആകർഷിച്ചുകൊണ്ട് നോക്കണം. ഞാനൊരു വിശ്വാസിയാണ്, ഞാനിതാ ഈ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ ബലിയാടാകുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തു ത്യാഗത്തിനും തയ്യാറായിട്ടുള്ളവനാണ് എന്നൊക്കെ ആളുകളെ ധരിപ്പിക്കുക. അതിനു വേണ്ടിയാണ് സ്വാഭാവികമായിട്ട് കപടവേഷം എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരാളുടെ എന്തിനാണ് നിങ്ങൾ ഉവൈസിയെ ഇങ്ങനെ എതിർക്കുന്നത്? ഉവൈസി അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പുറത്തേക്ക് നീക്കി അദ്ദേഹം തന്നെ കാട്ടിയതാണ്. അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരു സമൂഹത്തിൽ ഒരു ഫിത്ന ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, എന്താണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടി ആലോചിച്ച് നോക്കണം. ആ പാർട്ടി നമുക്കറിയാം. ഇതുവരെ കഴിഞ്ഞ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവനും അയാൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം സമൂഹത്തിന് അഥവാ സെക്കുലർ സംവിധാനത്തിന് എതിരെ അദ്ദേഹം എന്തു ചെയ്തു? എന്നും പാര വെച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും ഈ സെക്കുലർ തട്ടകത്തിൽ അദ്ദേഹം ഒന്നിച്ചു നിന്നിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കൂ. ഈ അസദുദ്ദീൻ ഉവൈസി സ്വാഭാവികമായിട്ടും തനിക്ക് വിജയസാധ്യതയില്ലാത്ത ആ സംസ്ഥാനങ്ങളിൽ പോയിട്ടും അവിടെ ഈ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അയാൾ നിരന്തരം ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറയണ്ട, എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അയാളുടെ വേഷം താടിയാണ്, നല്ല നീട്ടിയിട്ട് സലാം പറയും, ഖുർആൻ്റെ വചനങ്ങൾ ഉദ്ധരിക്കും, തൊപ്പി വെക്കും, ഭയങ്കര മുട്ടുവരെ നമ്മൾ പറയുന്ന മാതിരി നെരിയാണിക്ക് മേലെ തുണിയൊക്കെ എടുത്തിട്ട് സ്വാഭാവികമായിട്ടും ഇയാൾ പലയിടത്തും പോയി ഭിന്നിപ്പുകൾ മാത്രം സൃഷ്ടിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എന്താണ്? അയാൾ അത്ഭുതകരമായിട്ട് എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമ്പോഴും നോക്കണം, ഒരൊറ്റ സ്ഥാനാർത്ഥിയെപ്പോലും BJP മലപ്പുറം ജില്ലയിൽ ഒരു സലാം എന്ന ഒരു വ്യക്തിയെ വിജയസാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് മത്സരിപ്പിച്ചതൊഴിച്ചാൽ ഈ BJP ഏകദേശം അവരുടെ സഖ്യകക്ഷികളൊക്കെ കൂടെ ഒരു മുസ്ലിമിനെ പോലും മത്സരിപ്പിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കണം. 543 മണ്ഡലങ്ങളിൽ ഈ പറയുന്ന സലാമിനെ വിജയസാധ്യതയില്ലാതെ അവിടെ മത്സരിപ്പിക്കാൻ ഇടം കൊടുത്തു എന്നതൊഴിച്ച് നിർത്തിയാൽ അയാൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ BJP ചെയ്തിട്ടുള്ളത് ഒരൊറ്റ മുസ്ലിമിനും ഇടം കൊടുത്തിട്ടില്ല. മറിച്ച് എല്ലാ മുസ്ലിം നല്ല വ്യക്തിത്വങ്ങളെയും തോൽപ്പിക്കാവുന്ന സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് അവർ തോൽപ്പിച്ചിട്ടുണ്ട് ഈ BJP. അതോടൊപ്പം തന്നെ അസദുദ്ദീൻ ഉവൈസി എല്ലാ പ്രാവശ്യവും ജയിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ ഈ BJPയുടെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. മാത്രമല്ല, അയാൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ BJPക്ക് കിട്ടിയ വോട്ടും ഇയാൾക്ക് കിട്ടിയ വോട്ടും മറ്റു വോട്ടുകളും പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. അപ്പം ഞാൻ പറയുന്നത്, ഇയാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും BJP അയാൾക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ധാരാളം പണം കിട്ടുന്നു എന്ന് മാത്രമല്ല, അയാൾക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ BJP ചെയ്തു കൊടുക്കുന്നു. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ചെറിയ ചെറിയ നിസാര പ്രശ്നത്തിന് പോലും മുഖ്യമന്ത്രിമാർ അതാത് സംസ്ഥാനങ്ങളിലെ ജയിലിൽ കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത്. വളരെ നിസാരം എന്ന് പറയാം. അഥവാ പ്രതിപക്ഷ കക്ഷികളെ മുഴുവനും വേട്ടയാടി ജയിലിനുള്ളിലാക്കി, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം തടഞ്ഞു, എല്ലാ നിലക്കും അവരെ പരാജയപ്പെടുത്തി, ഉന്മൂലനപ്പെടുത്തി. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഏകദേശം ഡൽഹിയിൽ കെജ്രിവാളിനെ ഒതുക്കിയ മട്ടാണ്. ഒരൊറ്റ MP പോലും ഡൽഹിയിൽ നിന്ന് 6-7 MP മാരുണ്ടായിരുന്ന ആ കെജ്രിവാളിന് ഒരൊറ്റ MP പോലും പുതിയ ലോകസഭയിലില്ല.
അപ്പോൾ ഇത്തരത്തിൽ അവിടെ ജയിലിലിട്ടു. അവിടെ അവരുടെ സാമ്പത്തിക സോഴ്സുകൾ തടഞ്ഞു. ഒരു പശ വാങ്ങാൻ പോലും കാശ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കി. അങ്ങനെ അതുപോലെ തന്നെ അപ്പുറത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഷിബു സോറനെ ജയിലിനുള്ളിലാക്കി. അതുപോലെ തന്നെ തങ്ങൾക്ക് എതിരായി വരുമെന്ന് കരുതുന്ന എല്ലാവരെയും, അത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയെന്ന് മാത്രമല്ല, വേറെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പോലും ജയിലിൽ പിടിച്ചിട്ടു. അങ്ങനെ അടിയന്തരാവസ്ഥയുടേത് സമാനമായ ഒരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? കേവലം ഈ രാജ്യത്തെ സ്വന്തമായിട്ട് എടുത്തിട്ട് ഈ രാമൻ്റെയും സീതയുടെയും ഒക്കെ പേര് പറയുന്ന അവരോടുള്ള സ്നേഹത്തിനല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കമ്പികൾ കക്കിട്ട് മറ്റുള്ളവർക്ക് എന്താ അതൊന്നും ഇപ്പോൾ പറയാതിരിക്കലാണ് നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള പര്യടനങ്ങൾ ഇതര കക്ഷികളൊക്കെ നേരിടുമ്പോൾ ഈ അസദുദ്ദീൻ ഉവൈസിക്ക് അവർ സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഈ ED എവിടെയാണ്? ഈ ഇൻകം എവിടെയാണ്? ആലോചിച്ച് നോക്കൂ. ഈ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ ഇതുവരെയും ഈ അസദുദ്ദീൻ ഉവൈസിയുടെ വീട്ടുപടിക്കൽ എത്തിയിട്ടില്ല. എന്താ കാരണം? തീർച്ചയായിട്ടും ഈ അസദുദ്ദീൻ ഉവൈസിയെ എന്തുകൊണ്ട് ജയിലിനുള്ളിലാക്കിയിട്ടില്ല? ഒരൊറ്റ കേസ് പോലും എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അസദുദ്ദീൻ ഉവൈസി ഇവിടുത്തെ മതേതര വോട്ടുകൾ ചിതറിപ്പിക്കുക, ഭിന്നിപ്പിക്കുക, അതുവഴി ഫാസിസ്റ്റുകൾക്ക് വഴിയൊരുക്കുക. ഇത് മാത്രമായിരുന്നു ഈ ഉവൈസിയുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഉവൈസിമാർ സ്വാഭാവികമായിട്ടും കേരളത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും വേണ്ടത്ര വിജയിക്കുന്നില്ല. പക്ഷേ ഈ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ പോലെ ഇവിടുന്ന് കേരളവും തമിഴ്നാടൊക്കെ വിട്ടാൽ കൂടുതലൊന്നും അറിയാത്ത ആ പ്രദേശങ്ങളിൽ അത് വിജയിക്കും. അങ്ങനെയാണ് അവർ സ്ഥിരം MP ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാനുള്ളത് എനിക്ക്. അപ്പോൾ ഈ അസദുദ്ദീൻ ഉവൈസിയെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാട്ടണം? നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അയാളുടെ കോലം കണ്ട് ഞങ്ങളെ സഹായിക്കും. നോക്കണം, അയാളുടെ ചില വചനങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കും. ഞാൻ നേരത്തെ ഇതിൽ അയാൾ പറഞ്ഞ അയാളുടെ സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്ത അതുകൊണ്ടൊന്നും മുസ്ലിം സമുദായത്തിന് ഒരു ഗുണവുമില്ല. മുസ്ലിം സമൂഹത്തിന് ഗുണം ചെയ്യേണ്ട മേഖലകളിലൊക്കെ അയാൾ എന്തു ചെയ്തിട്ടുണ്ട്? അയാൾ അതിനെ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.